ഈ സ്റ്റുഡിയോയ്ക്ക് പിന്നിൽ ഖത്തർ സംഘമാണ് എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നു. ചില നിരോധിത സംഘടനകളുമായൊക്കെ ഇവർക്ക് ബന്ധമുണ്ട്. ഇതൊരു ഗൂഢാലോചനയുടെ പുറത്താണ് ഇത്തരത്തിലുള്ളൊരു ബഹിഷ്കരണം. ടാറ്റയുടെ ചില ഈ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ തുണി വ്യാപാര കടകളിൽ മാത്രം നടന്നത് എന്നുള്ളതാണ്. എന്താണ് ഇവിടെ ഖത്തറിന് കാര്യം? ശരിക്കും പറഞ്ഞാൽ ഇത് ആഗോളതലത്തിലുള്ള ഒരു ഗൂഢാലോചന എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഖത്തറിലുള്ള BDS എന്ന് പറയുന്ന സംഘടന ഇതിനുള്ളിൽ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതാണ്. കാരണം BDS ആണ് ഇപ്പോൾ ഇതിന് പിന്നിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അതായത് ബോയ്ക്കോട്ട് ഡിവെസ്റ്റ്മെൻറ്റ് ആൻഡ് സാങ്ഷൻസ് എന്ന് പറയുന്ന ഒരു സംഘടന. ഇപ്പോൾ മുസ്ലിം ബ്രദർഹുഡ് അല്ലെ ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഒരു കൂട്ടായ്മ. ഇവർക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ആളുകളെ, ഇസ്രയേലിനെ സഹായിക്കുന്ന ആളുകളെ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്കെതിരായിട്ടുള്ള ഒരു ആഗോള തലത്തിലുള്ള മുസ്ലിം സംഘടനകളുടെ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ ഇപ്പോൾ സ്റ്റുഡിയോ എന്ന് പറയുന്ന വസ്ത്രവ്യാപാര മേഖലയ്ക്കെതിരെ രംഗത്തേക്ക് വരുന്നു. ഇതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ ടാറ്റ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു കമ്പനിയാണ്. ഇവിടെ ധാരാളം പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആയുധ നിർമ്മാണത്തിൽ ഇന്ത്യയുമായി സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, ഇന്ത്യ അല്ലെങ്കിൽ ലോക രാജ്യങ്ങളെല്ലാം തന്നെ ആയുധം നിർമ്മിക്കുന്നത്, അതായത് രാജ്യങ്ങളുടെ ഒരു നേതൃത്വത്തിൽ, അവരുടെ ഗവേഷണ വിഭാഗത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ബൾക്കായിട്ട് ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, മാസ് പ്രൊഡക്ഷൻ നടത്തുക, ഇതൊന്നും അത്ര എളുപ്പമല്ല. അതിനു വേണ്ടിയിട്ട് സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയാണ് എല്ലാ രാജ്യങ്ങളും ആയുധ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യ DRDO, ഇപ്പോൾ ഈ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഗവേഷണ വിഭാഗം ഇത്തരത്തിലുള്ള പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുമായിട്ട്, കമ്പനികളുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കും. അങ്ങനെ ടാറ്റയുമായി യോജിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. DRDOയും ടാറ്റയുമായി യോജിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ പറയണമെന്നില്ല. കാരണം ഇത് മുഴുവൻ രാജ്യത്തിന് വേണ്ടിയാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രതിരോധ ഉപകരണമോ ഒരു ആയുധമോ നിർമ്മിച്ചാൽ അത് മറ്റ് രാജ്യങ്ങൾക്കെതിരെ പ്രയോഗിക്കാം, നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കാം. അതും കഴിഞ്ഞ് മാസ് പ്രൊഡക്ഷൻ നടത്തിയാൽ നമുക്കിത് വിൽക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ തന്ത്രപ്രധാനമായ ആയുധങ്ങൾ, നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ എത്രത്തോളം മികച്ചതാണെന്ന് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു സംഘർഷത്തിൽ ലോകത്തിന് മുന്നിൽ നമ്മൾ ബോധ്യപ്പെടുത്തി. അപ്പോൾ നമുക്ക് ഇവയെല്ലാം തന്നെ പ്രായോഗികമായി ഉപയോഗിച്ച് കാണിക്കാനുള്ള അവസരം കൂടിയാണ് വന്നത്. അപ്പോൾ ടാറ്റയുമായി സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം ആയുധങ്ങൾ നിർമ്മിക്കുന്നത്. ഈ നിർമ്മിക്കുന്ന ആയുധങ്ങൾ നമ്മൾ ഇസ്രയേലിന് നൽകുന്നു. ഇതാണ് ഈ ബോയ്ക്കോട്ടിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്ന ടാറ്റയുടെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കണമെന്നൊരു ആഹ്വാനം അവർ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞ വഴിയിലൂടെ മറ്റെന്തോആണ് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം ജമ്മു കാശ്മീരിൽ ഈ ഭീകരരെയൊക്കെ നേരിടാനായിട്ട് നമ്മുടെ സൈന്യം അവിടേക്ക് വരുന്നുണ്ട്. ഈ സൈന്യത്തിന് വാഹനങ്ങൾ ഉൾപ്പെടെ നിർമ്മിച്ച് നൽകുന്ന ടാറ്റ, നിങ്ങൾക്കറിയാലോ, ടാറ്റ സഫാരി എന്ന് പറയുന്ന കാറുണ്ട്. വളരെ ആഡംബര വെഹിക്കിളാണ്. പണ്ട് വലിയ രീതിയിലൊക്കെ ഇത് ഇറങ്ങിയെങ്കിലും പക്ഷേ കേരളത്തിൽ ഉൾപ്പെടെ മിക്ക സംസ്ഥാനങ്ങളിലും അതിന് വലിയ എന്താ പറയുന്നത് പ്രചാരം കിട്ടിയില്ല, അല്ലെങ്കിൽ വിൽപ്പനയിൽ വലിയ ഇടിവുണ്ട്. പക്ഷേ ഇന്ത്യൻ ആർമി അത്തരം വാഹനങ്ങൾ വേണമെന്നും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്ത് തരണമെന്നും ടാറ്റയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ടാറ്റ ഈ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്നു. ടാറ്റ സഫാരി പോലെയുള്ള വാഹനങ്ങൾ, ട്രക്കുകൾ, നമുക്കറിയില്ല പട്ടാളക്കാരൊക്കെ പോകുന്ന ട്രക്കുകൾ, ഇതൊക്കെ ടാറ്റയുടെ വണ്ടിയാണ്. അപ്പോൾ ടാറ്റയുടെ വാഹനങ്ങൾക്ക് അത്ര വിശ്വാസ്യതയുണ്ട്. അപ്പോൾ ജമ്മു കാശ്മീരിൽ ഭീകരരെ അമർച്ച ചെയ്യാൻ പോകുന്ന പട്ടാളക്കാർ പോകുന്ന വണ്ടി പോലും ടാറ്റ കൊടുക്കുന്നതാണ്. അപ്പോൾ ടാറ്റയ്ക്കെതിരെ ഉപരോധം വേണം. പക്ഷേ ഈ കാര്യം പറഞ്ഞ് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ ഈ കാര്യം പറഞ്ഞ് സ്റ്റുഡിയോയ്ക്കെതിരെ ഉപരോധത്തിന് വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ഇവരെ ഓടിച്ചിട്ടടിക്കും. അതുകൊണ്ടാണ് ഇത് മാറ്റിയിട്ട് ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് വരികയും ഖത്തറിലെ ചില സംഘടനകൾ, ഇപ്പോൾ BDS പോലെയുള്ള സംഘടനകളെ മുന്നിൽ നിർത്തി മുസ്ലിം ബ്രദർഹുഡ്, അതുപോലെ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ കൂട്ടായ്മയിലൂടെ ഇസ്രയേലിനെതിരായിട്ട് നിൽക്കുന്ന ഒരു മൂവ്മെൻ്റ് ആണെന്ന് അവർ വരുത്തി തീർക്കുന്നു. അപ്പോൾ ഇസ്രയേലിനെതിരെ മൂവ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ലോകത്തെ ഇസ്ലാം മത രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ നിലപാട് സ്വീകരിക്കണം. ഇവിടെ അത് സംഭവിക്കുന്നില്ല. ഇവിടെ ബോയ്ക്കോട്ട് ഡിവെസ്റ്റ്മെൻറ്റ് ആൻഡ് സാങ്ഷൻസ് എന്ന് പറയുന്ന സംഘടനയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള സ്റ്റുഡിയോയ്ക്കെതിരെ, ഇന്ത്യയിലെ സ്റ്റുഡിയോയ്ക്കെതിരെ, എന്തിന് കേരളത്തിൽ വരെ പ്രതിഷേധ സമരം, പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തുകയാണ്. എന്നിട്ട് പറയുന്നു ഇവർ ഇസ്രയേലിനെ സഹായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളായ, അറബ് വിശ്വാസികളായ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇതിനെതിരെ രംഗത്ത് വരണം. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ അറബ് രാജ്യങ്ങൾ വാങ്ങുന്നത് ഇസ്രയേലിൽ
നിന്നാണ്. അപ്പോൾ ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിലൂടെ ഇസ്രയേൽ അവരുടെ ആയുധങ്ങളുടെ ഒരു എക്സിബിഷൻ നടത്തി. കാരണം അവർ എങ്ങനെയാണ് ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്, അവരെങ്ങനെയാണ് മിസൈലുകൾ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഹമാസിനെ ഉൾപ്പെടെ തകർക്കുന്നതെന്ന് അവർ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തു. അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ UAE, സൗദി അറേബ്യ, മൊറോക്കോ, അതുപോലെ സുഡാൻ തുടങ്ങിയ ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രയേലുമായിട്ട് ആയുധം വാങ്ങാൻ കരാർ ഏർപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഈ അറബ് രാജ്യങ്ങൾക്കെതിരെയും ഇതുപോലുള്ള ഒരു ബോയ്ക്കോട്ട് നടത്തണ്ടേ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തണ്ടേ? അതിനുള്ള ധൈര്യം ഇവർ കാണിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് കള്ളത്തരം ബോധ്യപ്പെടുന്നില്ലേ? അപ്പോൾ ഖത്തറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത് ആഗോളതലത്തിൽ ഇസ്രയേലിനെതിരായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. ഞങ്ങൾ ഇസ്രയേലിനെ ഉപദ്രവിച്ചാൽ ഇസ്രയേലിന് ആയുധം കൊടുക്കുന്ന ആരാണെങ്കിലും അവരുമായി അസോസിയേറ്റ് ചെയ്യുന്ന ആരായാലും അവരെ ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സ്റ്റുഡിയോ എന്ന് പറയുന്ന വസ്ത്രവ്യാപാര ശാലയ്ക്ക് നേരെ ഇവർ ആക്രമണം വരുത്തുന്നു. അപ്പോൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇസ്രയേലിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനായിട്ട് ലോകരാജ്യങ്ങൾ വരുന്നു. നമുക്കറിയാലോ ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ തന്നെ ആയുധ വ്യാപാര രംഗത്ത് വലിയ കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ട്, വലിയ കരാറുണ്ട്. ഇപ്പോൾ അറബ് രാജ്യങ്ങൾ നേരിട്ട് ഇപ്പോൾ മൊറോക്കോ എന്ന് പറയുന്ന ഒരു രാജ്യം, അല്ലെങ്കിൽ സുഡാൻ എന്ന് പറയുന്ന രാജ്യം, സൗദി, UAE തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ പറയുന്ന പലസ്തീനെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ ഹമാസിനെ ആക്രമിക്കുന്നു പറയുന്ന ഇസ്രായേലിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ ഇതേ സമരം നടത്തുന്ന ആൾക്കാർ സൗദി അറേബ്യക്കെതിരെ UAEക്കെതിരെ ഒക്കെ സമരവുമായിട്ട് രംഗത്ത് വരണം. മൊറോക്കോയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, സുഡാനിൽ വലിയ സമരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടോ? ഇല്ല. കൃത്യമായി ഇരട്ടത്താപ്പ് ബോധ്യപ്പെടുന്നില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് ഈ അറബ് രാജ്യങ്ങളിൽ പോയി കളിച്ചാൽ ഇതുപോലെ ഇന്ത്യയെ പോലെ ഇത്രയും സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അവിടെ എന്തെങ്കിലും രീതിയിലുള്ള സമരമോ മറ്റോ, ഞങ്ങൾ ആയുധം വാങ്ങും ഇസ്രായേലിൽ നിന്ന്, വാങ്ങുമെന്ന് പറഞ്ഞാൽ വാങ്ങും, അതിലപ്പുറം പ്രതിഷേധം സംഘടിപ്പിക്കാനോ ഇതുപോലെ ബോയ്ക്കോട്ട് വിളിക്കാനൊന്നും അവിടെ അനുവാദമില്ല എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗൂഢാലോചനയുടെ ഭാഗം ഈ മണ്ടന്മാർക്കറിയില്ല എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്നുള്ളത്. ഒരുത്തൻ കൊടിയെടുത്തുകൊണ്ട് ഒരു സ്റ്റുഡിയോയുടെ മുന്നിൽ ചെന്ന് 4 വിളി വിളിക്കുമ്പോൾ കുറേ ഉമാർ കൂടും, എന്നിട്ട് ഉമാരും കൂടെ വിളിക്കും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വലിയ രീതിയിലുള്ള ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യ തന്നെ തകർക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവിടെ കിടന്ന് ഈ സ്റ്റുഡിയോയുടെ പക്ഷേ സ്റ്റുഡിയോയിൽ നിന്ന് ആരും വസ്ത്രങ്ങൾ വാങ്ങരുത് എന്നൊക്കെ പറയുന്നത്. പക്ഷേ സിനിജി, ഈ ബലിപ്പെരുന്നാളിന്റെ അന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് സ്റ്റുഡിയോ എന്നാണ് പറയുന്നത്. ഒരു പരസ്യം പോലും, മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് സ്റ്റുഡിയോയ്ക്കുണ്ടായ ലാഭം എന്ന് പറയുന്നത് ഇന്ന് വരെ ഇല്ലാത്ത ലാഭമെന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇവർ ചെയ്തു കൊടുത്ത ഒരു സഹായം കൂടിയാണ്. ഇപ്പം ചില ആളുകൾ പറയുന്നത് ഈ സ്റ്റുഡിയോ എന്ന് പറയുന്നത് സുഡാപ്പികളുടെ സ്ഥാപനമാണെന്നാണ് ഞങ്ങൾ ഇത്രയും കരുതിയിരുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത് സ്റ്റുഡിയോ ടാറ്റയുടെ സ്ഥാപനമാണ്. അപ്പോൾ ടാറ്റ എന്ന് പറയുന്ന ബ്രാൻഡിനെ നമ്മൾ അത്രയധികം മാനിക്കുന്നു. കാരണം എന്താ പറയുക, അവർ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭത്തിൻ്റെ വലിയൊരു ശതമാനം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എത്രയോ കാലമായിട്ട് ഈ ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ നമ്മൾ ആലോചിച്ച് തേയില ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പഞ്ചസാരയുണ്ട്, അങ്ങനെ നമുക്ക് നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ടാറ്റ വാഹന മേഖലയിൽ സാന്നിധ്യം അറിയിക്കുന്നു, പിന്നെ ആയുധ നിർമ്മാണ മേഖലയിൽ സാന്നിധ്യം അറിയിക്കുന്നു, വസ്ത്ര മേഖലയിൽ സാന്നിധ്യം അറിയിക്കുന്നു. നമുക്കറിയാം സിനിമാ താരങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ട്രെൻഡി ആയിട്ടുള്ള വസ്ത്രങ്ങൾ. ഒരു കാലത്ത് ബംഗളൂരുവിലോ ചെന്നൈയിലോ അല്ലെങ്കിൽ ബോംബെയിലോ ഒക്കെ പോയാൽ മാത്രമേ അത്തരം വസ്ത്രങ്ങൾ കിട്ടുള്ളൂ. ഇന്ന് നമുക്ക് അതേ വസ്ത്രങ്ങൾ 1000 രൂപ വിലയ്ക്ക് അല്ലെ 1000 രൂപയുടെ റേഞ്ചിനുള്ളിൽ നമുക്ക് കിട്ടുകയാണ്. ഇത് ചിലപ്പോൾ 390 രൂപയുള്ളൂ തുടക്കം അല്ലേ. അപ്പോൾ അത്രയും കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ ട്രെൻഡി ആയിട്ടുള്ള വസ്ത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ സ്റ്റുഡിയോ തുറന്നു തരികയാണ്. പക്ഷേ ഈ സ്റ്റുഡിയോ എന്നുള്ള പേര്, അതിൻ്റെ കണ്ണാടി കൂട്ടിലുള്ള നമ്മൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ? അങ്ങനെ അല്ല അല്ലേ, നമുക്ക് അതിനകത്ത് കയറി സാധാരണക്കാർക്ക് വാങ്ങാം. അങ്ങനെ വാങ്ങുന്നത് ചില കുത്തക വ്യാപാര സ്ഥാപനങ്ങൾക്ക് അടിയാണെന്നും അത്തരം വ്യാപാര സ്ഥാപനങ്ങൾ ഈ മുസ്ലിം ഭൂരിപക്ഷ ആളുകളുടെ നിയന്ത്രണത്തിലാണെന്നും അവർ കൂടി ഇതിന് പിന്തുണ അർപ്പിക്കുന്നുണ്ട് അല്ലെ പിന്തുണ നൽകുന്നുണ്ടെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഖത്തറിലെ BDS മുന്നിൽ വെച്ചുകൊണ്ട് ഒരു കളി കളിച്ചപ്പോൾ അതിനെ പൊളിച്ചെടുക്കാനായിട്ട് കൃത്യമായിട്ട് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് തന്നെ പറയുന്ന പോലെ ഈ പെരുന്നാൾ കാലത്ത് ഏറ്റവും അധികം ആളുകൾ വന്നു കയറിയത് സ്റ്റുഡിയോയിലേക്കാണ്. അപ്പോൾ സ്റ്റുഡിയോ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഒരു വസ്ത്ര സ്ഥാപനമാണെന്നും 1000 രൂപയ്ക്ക് താഴെയുള്ള എന്ത് ട്രെൻഡിയായ വസ്ത്രം അവിടെ കിട്ടുമെന്നും ഒക്കെ ഉള്ളത് ഒരു പുതിയ അറിവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മൗത്ത് പബ്ലിസിറ്റി കൊടുത്തത് ഇവരാണ്. എന്നിട്ടും ഇത്തരത്തിലുള്ള നിലപാടുകളുമായിട്ട് ഇവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എങ്ങനെയായിരിക്കും മറുപടി കൊടുക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്.